ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. കഴക്കൂട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാരും അധ്യാപകരും ചേർന്ന് മദ്യപാനത്തിനെതിരെ ഒരു ടെലിഫിലിം അവതരിപ്പിക്കുന്നു. മദ്യപാനം ആപത്ത്. ഇത് നിങ്ങൾക്ക് മുന്നിലായി സമർപ്പിക്കുന്നു. നമ്മൾ ഒരുപാട് ദിനാചരണങ്ങളൊക്കെ നടത്തിയല്ലേ? ജൂൺ 5 എന്തായിരുന്നു? ജൂൺ 19 അങ്ങനെയെങ്കിലേ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? അങ്ങനെയെങ്കിൽ നമുക്ക് ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പറയാൻ പറ്റുമോ? നാളത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്? റാലി നടത്താം, പെയിന്റിംഗ് മത്സരങ്ങൾ നടത്താം. എന്തിനാ ടീച്ചർ ഇത് നടത്തുന്നത്? വല്ല ഉപയോഗവും ഉണ്ടോ? നീ അങ്ങനെ പറയരുത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ ചെയ്യുക തന്നെ വേണം. അത് ഇങ്ങനെയൊക്കെ ആയാൽ വളരെ നന്ന്. ടീച്ചർ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മുടെ ക്ലാസ് പഠിക്കുന്ന രാഹുലിനെ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയാണല്ലോ, 2-3 ദിവസമായിട്ട് ഞാൻ രാഹുലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവന് എന്ത് പറ്റിയതാ? എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിപ്പാണല്ലോ. രാഹുൽ രാഹുൽ എന്ത് പറ്റി മോനെ നിനക്ക്? രാഹുൽ എന്ത് പറ്റി മോനെ നിനക്ക്? എന്ത് പറ്റി മോളെ? നീ രാഹുലിന്റെ വീടിനടുത്തല്ലേ? എന്തെങ്കിലും ഇവന്റെ വിഷമത്തിന് എന്താ കാരണം നിനക്ക് അറിയോ? പരിഹാരം കാണാൻ പറ്റാത്ത യാതൊരു പ്രശ്നവും ഇന്ന് നമ്മുടെ ഇടയിലില്ല. രാഹുൽ മോനെ, നീ വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അച്ഛനെ ഒന്ന് കാണാം, കണ്ട് സംസാരിക്കാം കേട്ടോ. ശരി, ഇന്ന് തന്നെ നമുക്ക് രാഹുലിന്റെ വീട്ടിലേക്ക് പോയാലോ? കഴിയില്ലേ? ശരി, നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? വരൂ, നമുക്ക് പോകാം. അയ്യോ ടീച്ചറെ, എന്റെ അച്ഛനാണ് നിൽക്കുന്നത്. പേടിയാണ് ടീച്ചറെ. ടീച്ചർ സംസാരിക്കാം. രാഹുലിന്റെ അച്ഛനല്ലേ 24 മണിക്കൂർ ഇങ്ങനെ മദ്യപിച്ച് കൂട്ടാടി നടന്നാൽ എങ്ങനെയാണ്? ആ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? പിന്നെ എന്നെ അടിക്കാനാണോ ടീച്ചറിന്റെ പുറപ്പാട്? ഞാൻ വെള്ളം ഒഴിക്കും, ആണ് എന്റെ ഇഷ്ടം. അതാരാ അവിടെ ചോദിക്കാൻ? നിങ്ങൾ ഇങ്ങനെ കുടിച്ചിങ്ങനെ നടന്നാൽ എങ്ങനെയാണ്? ഈ കുട്ടിയെ കുറിച്ച് വന്ന് ചിന്തിക്കണ്ടേ? ഈ കുട്ടിയുടെ ഭാവി നാളെ എന്താവും? നിങ്ങളെപ്പോലെ തന്നെ ആക്കി മാറ്റാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ ടീച്ചറെ, എന്നെ കുറ്റം പറയുന്ന കാര്യമില്ല. അവന്റെ ഭാവി അല്ലേ, അത് ശരിയാണ്. എന്റെ മകന്റെ ഭാവി വെച്ച് ടീച്ചർ, എനിക്ക് മദ്യപിക്കാനൊരു താല്പര്യമില്ല ടീച്ചർ. പക്ഷെ എനിക്കൊരു ജോലിയില്ല. ഞാനിനി എങ്ങനെ ജീവിക്കും? എന്റെ മോനെ, മോൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശരിയാകും. നമുക്ക് ജോലിയല്ലേ വേണ്ടത്, അത് നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. നിങ്ങൾ ആദ്യം നേരെയാവും. ടീച്ചർ പറഞ്ഞത് സത്യമാണോ? എനിക്കൊരു ജോലി വാങ്ങിച്ചു എങ്കിൽ മക്കളെ, ഞാൻ ഒരിക്കലും മദ്യപാനം ചെയ്യില്ല. മക്കളെ, മോനെ, ഇവൻ എന്റെ മകനാണ്. ടീച്ചർ എന്റെ കണ്ണു തുറപ്പിച്ചു. ഒത്തിരി നന്ദി ടീച്ചർ. ഇനി ഒരിക്കലും ഞാൻ മദ്യപാനം ചെയ്യില്ല. വളരെ സന്തോഷമായില്ലേ? അച്ഛൻ കുടിക്കില്ല കേട്ടോ. അച്ഛൻ നല്ലൊരു മനുഷ്യനായിരിക്കും. ഒത്തിരി സന്തോഷമായി ടീച്ചർ. ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല. മോനെ, ഇനി അച്ഛൻ എന്നും നല്ലൊരു അച്ഛനായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരോടും പറയണം, മദ്യം ഉപയോഗിക്കരുത്. ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്ന് പോരാടും. നിങ്ങളുടെ ഈ തീരുമാനം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ഒത്തിരി നന്ദി. ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഇന്ന് പുറത്തേക്ക് പോട്ടെ. ഒത്തിരി സാധനം വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ മനസ്സൊക്കെ മാറി. ടീച്ചറിനോട് ഇത്ര പറഞ്ഞാൽ അങ്ങനെ അയാൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നു.